Hello, my dear students. How are you? Are you fine today? Do you remember the last class? What was that? Yeah, that was an interesting story of a young boy. He loved the nature very much. കുട്ടികളെ എല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ക്ലാസ്സിൽ നമ്മൾ മനോഹരമായ ഒരു കൊച്ചു കഥയായിരുന്നു പഠിച്ചത് അല്ലേ? ആരുടെ കഥയായിരുന്നു? പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു യങ് ബോയുടെ കഥയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, നൗ ടെൽ മീ, ഡു യു ലൈക്ക് നേച്ചർ? Have you enjoyed our nature? Have you ever looked around and noticed how our nature looks like? It is really beautiful, isn't it? Even our state, Kerala, is called the God's own country. Why? Because Kerala is one of the beautiful places in the world. കുട്ടികളെ, നിങ്ങൾക്ക് പ്രകൃതിയെ ഇഷ്ടമാണോ? നമ്മുടെ മനോഹരിയായ പ്രകൃതിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാത്ര പോകുമ്പോഴൊക്കെ നിങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടോ? എന്ത് ഭംഗിയാണ് നമ്മുടെ പ്രകൃതിയെ കാണാൻ അല്ലേ? നമ്മുടെ കേരളത്തെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മുടെ കൊച്ചു കേരളത്തെ വിളിക്കുന്നത്? ലോകത്തിലെ സുന്ദരങ്ങളായ പല സ്ഥലങ്ങളിലും ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളവും. അതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ? ബട്ട് ഡിയർ സ്റ്റുഡൻസ്, ഡു യു നോ, ഈവൻ ദ സെയിം നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് അറ്റ് ദി ഈവനിങ്. നമ്മുടെ സുന്ദരമായ പ്രകൃതി ഓരോ പ്രഭാതത്തിലും ഉച്ച സമയത്തും വൈകുന്നേരവും ഒരുപോലെയാണോ കാണപ്പെടുന്നത്? അല്ല അല്ലേ? പ്രകൃതി ഓരോ സമയത്തും വ്യത്യസ്ത ഭാവങ്ങളാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ? ഓക്കെ, സീ ദ വീഡിയോ.
What were the differences you noticed in the morning, in the afternoon? Okay. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? പ്രഭാതത്തിലും ഉച്ചസമയത്തും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കണ്ടത്? പ്രഭാതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഇൻ ദ മോർണിംഗ് വി ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ സൺ ആൻഡ് ദ ബ്യൂട്ടിഫുൾ സൺലൈറ്റ്. സുന്ദരനായ സൂര്യനെയും മനോഹരമായ സൂര്യപ്രകാശത്തെയും നമ്മൾ കണ്ടു. ദെൻ ദ ഹാപ്പി ബേർഡ്സ് ആർ ചിർപ്പിംഗ്. സന്തോഷത്തോടെ കുഞ്ഞു കിളികൾ ചിലയ്ക്കുന്നത് നമ്മൾ കേട്ടു. പീപ്പിൾ ആർ ഹാപ്പി ആൻഡ് ദേ സ്റ്റാർട്ട് ദെയർ വർക്ക്. എല്ലാവരും സന്തോഷത്തോടെ അവരുടെ ജോലികൾ ആരംഭിക്കാൻ പോകുകയാണ്, അല്ലേ? ചിൽഡ്രൻ ആർ പ്ലേയിങ്. കുട്ടികൾ കളിക്കുകയാണ്. ദ നേച്ചർ ലുക്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഫ്രഷ്. പ്രകൃതി ഏറ്റവും സുന്ദരവും ഫ്രഷുമായി കാണപ്പെടുന്നു, അല്ലേ? ദെൻ വാട്ട് എബൌട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ? ഉച്ച സമയത്ത് എങ്ങനെയായിരിക്കും പ്രകൃതി? യാ, ഇൻ ദ ആഫ്റ്റർനൂൺ we can't enjoy the beauty of sun because the sunlight is too hot. ഉച്ച സമയത്ത് സൂര്യൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ? പറ്റില്ല. എന്തായിരിക്കും കാരണം? ഉച്ച സമയത്ത് സൂര്യപ്രകാശത്തിന് ഭയങ്കര ചൂടായിരിക്കും, അല്ലേ? ഓക്കെ. we can't see the birds are happy. പക്ഷികൾക്ക് ഒരു സന്തോഷവും ഉണ്ടായിരിക്കില്ല. എന്താ കാരണം? വെയിലിൻ്റെ ചൂട് കാരണം അവർ ക്ഷീണിച്ചു പോകും, അല്ലേ? പീപ്പിൾ ആർ ഗെറ്റിംഗ് ടയേർഡ് ബൈ അറ്റ് ദെയർ വർക്ക്. ആളുകളൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചു പോകും, അല്ലേ? ദെൻ ചിൽഡ്രൻ ടു സ്റ്റോപ്പ് പ്ലേ. കുട്ടികളും അവരുടെ കളികളൊക്കെ മതിയാക്കി പോയിട്ടുണ്ടാവും. ദെൻ ദ നേച്ചർ ഡസൻറ്റ് ലുക്ക് ഫ്രഷ് ലൈക്ക് ഇൻ ദ മോർണിംഗ്. പ്രഭാതത്തിൽ കണ്ട പോലെ പ്രകൃതി അതേ ഫ്രഷിലായിരിക്കുമോ? ആയിരിക്കില്ല, അല്ലേ? ഇതുകൂടാതെ വേറെ പല വ്യത്യാസങ്ങളും ഉണ്ട്. അതെന്താണ് എന്ന് അറിയണ്ടേ? ഇതിനായി നമ്മൾ ഇന്നൊരു കവിത പഠിക്കാൻ പോകുകയാണ്. ഓക്കെ. ദ നെയിം ഓഫ് ദ പോം ഈസ് ദ എക്കോയിങ് ഗ്രീൻ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം ബ്ലേക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് ദ എക്കോയിങ് ഗ്രീൻ എന്നാണ്. ഇത് എഴുതിയത് ആരാണ്? വില്യം ബ്ലേക്ക് എന്ന ഒരു സാഹിത്യകാരനാണ്. ഓക്കെ. എന്നാൽ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിനകത്തെ പേജ് നമ്പർ 21 എടുക്കണം. ഇത് കണ്ടോ? ദ എക്കോയിങ് ഗ്രീൻ. ഈ കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പോം, ലെറ്റ് മീ ടെൽ യു സംതിങ് അബൌട്ട് ദിസ് പോം. ദ പോം ഗിവ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ നേച്ചർ. ഇറ്റ് ഗിവ്സ് എ മൂഡ് ഓഫ് ഹാപ്പിനെസ്. It has the theme of life and death in the world. Then the poem is told by a young boy. He is playing with his friends in the echoing green park. This poem has 3 stanzas with 10 lines each in it. പ്രിയ കുട്ടികളെ, കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കവിതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ കവിത നമുക്ക് മുൻപിൽ സുന്ദരിയായ പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങൾ വരച്ച് കാണിക്കുകയാണ്. ഇത് നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കുളിർമ നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കവിതയ്ക്ക് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട്. എന്താണെന്നോ? ഈ ലോകത്തിലെ നമ്മുടെ ജീവിതവും മരണവും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ കവിത നമ്മോട് പറയുന്നത് ഒരു യങ് ബോയിയാണ്. അവൻ എന്തെടുക്കുകയാണെന്നോ? അവൻ്റെ കൂട്ടുകാരോടൊപ്പം നമ്മുടെ പ്രതീക്ഷയുടെയും വളർച്ചയുടെയും പ്രതീകമായ ഗ്രീൻ പാർക്കിൽ കളിക്കുകയാണ്. Now we shall go to the poem. I shall read the poem.
You just listen carefully. Okay? The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bells' cheerful sound, while our sports shall be seen on the echoing green. Old John with the white hair does laugh away care, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we all, girls and boys, in our youth time were seen on the echoing green. Till the little ones weary, no more can we merry. The sun does descend, and our sports have an end. Round the laps of their mother, many sisters and brothers, like babes in their nest, are ready for rest and sport no more seen on the darkening green. നിങ്ങളെല്ലാവരും കവിത ശ്രദ്ധിച്ച് കേട്ടോ? ഇനി ടീച്ചർ ആദ്യത്തെ 2 ലൈൻസ് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. The sun does arise and make happy the skies. Did you understand these lines? It means when the sun rises in the morning, the sky becomes more beautiful or happy. So when the sky becomes beautiful. നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായോ? സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ആകാശം കൂടുതൽ സുന്ദരമായി കാണപ്പെടുന്നു. ആകാശം സുന്ദരമായി മാറുമ്പോൾ സന്തോഷം എങ്ങും പരക്കുന്നു. Then tell me, when does the sky become happy? Yes, when the sun arises, isn't it? Okay. Now let's listen the next 2 lines. Okay. Bells ring to welcome the spring. What does it mean? It means in the morning the church bells also ring to welcome the spring morning. The church bells are happy because they welcome the beautiful spring morning. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് പ്രഭാതത്തിന് സൗന്ദര്യം കൂട്ടാൻ പള്ളിമണികൾ മുഴങ്ങുകയാണ്. എന്തിനായിരിക്കും ഈ പള്ളിമണികൾ ഇങ്ങനെ മുഴങ്ങുന്നത്? വസന്തകാലത്തിൻ്റെ സുന്ദര പുലരികളെ വരവേൽക്കുകയാണ്. പ്രഭാതത്തിൽ മുഴങ്ങുന്ന പള്ളിമണികളും സന്തോഷം നിറഞ്ഞതാണ്. എന്തായിരിക്കും കാരണം? അവ ആരെയാണ് വരവേൽക്കുന്നത്? വസന്തകാലത്തിൻ്റെ മനോഹരമായ പ്രഭാതങ്ങളെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ. നൗ ആൻസർ മീ. വൈ ആർ ദ ചർച്ച് ബെൽസ് ഹാപ്പി? ദേ ആർ ഹാപ്പി ബിക്കോസ് ദ വെൽക്കം ദ ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് മോർണിംഗ്. നൗ shall we go to the remaining part of the first stanza? Okay, listen. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. Okay, what do we see here? The birds like a skylark, thrush and the birds in the bush sing louder along with the church bells. It means all the birds are also happy to welcome the spring morning. And at the
Same time, the boy with his friends are playing in the echoing green park. നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്? അനമ്പാടിയെ പോലെയും ത്രഷിനെ പോലെയും കുറ്റിച്ചെടിയിൽ തത്തി കളിക്കുന്ന കുഞ്ഞി കുരുവിയെ പോലെയുമുള്ള പക്ഷികളെല്ലാം പള്ളിമണികൾക്കൊപ്പം സന്തോഷത്തോടെ പാടുകയാണ്. അതെ, അവരും വസന്തകാലത്തിന് സ്വാഗതം പാടുകയാണ്. എന്ത് രസമാണല്ലേ അവയുടെ പാട്ട് കേൾക്കാൻ. പള്ളിമണികളും കിളികളും മനോഹരമായ സംഗീതം പൊഴിക്കുന്ന ഈ സമയത്ത് നമ്മുടെ യങ് ബോയും കൂട്ടുകാരും സന്തോഷത്തോടെ നമ്മുടെ എക്കോയിങ് ഗ്രീൻ പാർക്കിൽ കളിക്കുകയാണ്. Now tell me, name the birds mentioned in the stanza. Yes, the birds like skylark, thrush and the birds in the bush. Next, what were the children doing in the park? Yes, they are playing. In the first stanza, we need to understand a few more things. What is the time mentioned in the first stanza? Yeah, morning. Okay. Next, what is the mood of the poem? Happy. It is the first stage of life, that is the childhood. Morning of a day in related to or compared to childhood, and in childhood everyone is happy and playful. So in the first stanza the morning is compared to the childhood of a man. Okay. മനുഷ്യ ജീവിത ചക്രത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ് കുട്ടിക്കാലം. ഒരു ദിവസത്തിൻ്റെ പുലരിയെ അല്ലെങ്കിൽ പ്രഭാതത്തെ കവി ഇവിടെ കുട്ടിക്കാലത്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, മനുഷ്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും ബാല്യകാലത്തിലാണ്, അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷമല്ലേ? നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കളിക്കാറില്ലേ? എക്കോയിങ് ഗ്രീൻ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നതായാണ് നമ്മൾ കവിതയിൽ വായിച്ചത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. So what happened to the young boy and his friends? Will they play all day? We will discuss about it on the next class. Okay? കുട്ടികളെ, ഇനി നമുക്ക് വർക്ക്ഷീറ്റ് നോക്കിയാലോ? ഇത് കണ്ടോ? ടീച്ചറിൻ്റെ കയ്യിൽ നല്ല മനോഹരമായ ഒരു ചിത്രം. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു ചിത്രം വരച്ച് അതിന് വളരെ മനോഹരമായി കളർ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനത് വാട്സപ്പ് സന്ദേശമായി അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. അടുത്ത വർക്ക്ഷീറ്റ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഡാഷ് എറൈസ് ആൻഡ് മേക്ക് ദ സ്കൈ ഹാപ്പി. ഓപ്ഷൻസ്: ദ ചൈൽഡ്, ദ സൺ, ദ വേർഡ്സ്. നെക്സ്റ്റ്, dash rings and welcomes the spring. The bell, the birds, the sun. Next question, dash sing louder around. The children, the birds, the bells. ഇനി മൂന്നാമത്തെ വർക്ക്ഷീറ്റ്. Pick out the correct answer. Who plays in the park? Children, skylark, thrush. ഓക്കെ. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകണം. ഓക്കെ. താങ്ക് യു.